ഉത്തരവിനെ തുടർന്ന് മുനമ്പത്ത് വലിയ പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിരുന്നു. എന്തായാലും മുനമ്പത്ത് നിന്ന് സമരസമിതി കൺവീനറായ ജോസഫ് ബെന്നി ഇപ്പോൾ നമ്മളോട് കൂടെ ചേരുന്നുണ്ട്. ശ്രീ ജോസഫ് ബെന്നി, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സർ. ഓക്കെ, പുതിയ ഭേദഗതിയൊക്കെ വന്നു, പ്രതീക്ഷിക്കാൻ വകയുണ്ടോ? അല്ല പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ തന്നെയാണോ? പേരൊക്കെ മാറ്റിയിട്ടുണ്ട്. മുനമ്പം നിവാസികൾക്ക് ഒരു പ്രതീക്ഷ തന്നെയാണോ ഈ ഭേദഗതിയിലൂടെ ഉണ്ടാവുന്നത്? തീർച്ചയായും ഞങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷയും ശുഭാപ്തി വിശ്വാസവും ഈ ബില്ലിലൂടെ നിലവിൽ വന്നിട്ടുണ്ട്, ഭേദഗതി ബില്ലിലൂടെ. കാരണം രണ്ട് രീതിയിൽ ഞങ്ങൾക്ക് പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. ഒന്ന്, ഈ ഭേദഗതിയിൽ കബജ സാഹിബ് ട്രസ്റ്റ്, അതായത് അജ്മീറിലുള്ള ഒരു ദർഗയാണ്. ആ ദർഗ 1954 വഖഫ് നിയമത്തിലെ സെക്ഷൻ 36 പരാമർശിക്കുന്നുണ്ട്. അതൊരു ട്രസ്റ്റ് ആണ്. ആ ട്രസ്റ്റ് വഖഫ് ആക്ടിൽ വരുന്നതല്ല, വഖഫ് ബോർഡിന്റെ കൺട്രോളിൽ വരുന്നതല്ല എന്ന് 54 പരാമർശിക്കുന്നുണ്ട്. അതേപോലെ ഇപ്പൊ ആദ്യം ലോക്സഭയിൽ പാർലമെന്റിൽ കൊണ്ടുവന്ന ആ ബില്ലിൽ ഉണ്ടാകാതിരുന്നതും, രണ്ടാമത് പാർലമെന്റ് JPCയെ ഈ ബില്ല് പഠിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കി ആ ഗ്രൂപ്പിനെ പുറത്തുവിട്ട് അവരെ എല്ലാവരുമായും ഞങ്ങളായിട്ടും കണ്ടിരുന്നു. ബാംഗ്ലൂർ വെച്ച് ജഗദാംബിക പാൽ സാറിനെ കണ്ടിരുന്നു. ആ കമ്മിറ്റിയുമായിട്ട് ഞങ്ങൾ ഡിസ്കഷൻ നടത്തിയതാണ്. അതോടൊപ്പം തന്നെ ഈ ദാവൂദി ബോറ, അതായത് ഷിയ വിഭാഗത്തിലെ ന്യൂനപക്ഷമാണ് ദാവൂദി ബോറ, അഘാ ഖാന, അങ്ങനെ രണ്ട് ട്രസ്റ്റുകൾ. അവർ മഹാരാഷ്ട്രയിലുള്ള പിന്നോക്ക സമുദായമാണ്, അതായത് ഷിയ വിഭാഗത്തിലെ ന്യൂനപക്ഷ സമുദായമാണ്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ വഖഫ് ബോർഡ് ഞങ്ങൾക്ക് പയസായും റിലീജിയസായും എഡ്യൂക്കേഷൻ പരമായും കിട്ടിയിരിക്കുന്ന സമർപ്പണങ്ങൾ വഖഫ് ബോർഡിന്റെ കൺട്രോളിലല്ല വരുന്നത്. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സമർപ്പണങ്ങളെല്ലാം ഞങ്ങൾക്ക് ട്രസ്റ്റിന്റെ രൂപത്തിലാണ്, ട്രസ്റ്റാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങളുടേത് വഖഫ് ബോർഡിൽ പെടുത്തുകയാണെങ്കിൽ ഞങ്ങളുടെ സമുദായത്തിന് അത് ഗുണം ലഭിക്കുകയില്ല എന്ന് വ്യക്തമായി ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയെ ധരിപ്പിക്കുകയും അതിന്റെ പേരിൽ രണ്ടാമത്തെ സെക്ഷനിൽ JPC ഇപ്പോൾ വെച്ചിരിക്കുന്ന ഈ സെക്ഷനിൽ കൃത്യമായി അവർ പറയുന്നു, 1860 ട്രസ്റ്റ് ആക്ടും പ്രകാരം രൂപീകരിച്ച ട്രസ്റ്റോ സൊസൈറ്റി ആക്ടും പ്രകാരം രൂപീകരിച്ചിട്ടുള്ള ട്രസ്റ്റിനോ സൊസൈറ്റിക്കോ ഒരു സമർപ്പണം ലഭിക്കുകയാണെങ്കിൽ, അത് വിദ്യാഭ്യാസപരവും സാമുദായികപരവും മതപരവുമായ കാര്യത്തിന് സമർപ്പണം ലഭിക്കുകയാണെങ്കിൽ അത് ട്രസ്റ്റ് തന്നെയായിരിക്കും അതിന്റെ പരമാധികാരി. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഇത് എങ്ങനെയാണ് ഞങ്ങൾക്ക് ഗുണകരമാവുന്നത്, ഞങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ ഇത് കാരണമാവുന്നത് എന്ന് ചോദിക്കും. 1860 ട്രസ്റ്റ് ആക്ടും പ്രകാരം, സൊസൈറ്റി ആക്ടും പ്രകാരമാണ് 1948 രൂപീകരിച്ചതാണ് ഫറൂഖ് കോളേജ്. ആ ഫറൂഖ് കോളേജ് 1948 രൂപീകരിച്ച് 1950 ഈ സൊസൈറ്റിക്കാണ്, അതായത് ഫറൂഖ് കോളേജ് എന്ന് പറയുന്ന സൊസൈറ്റിക്കാണ് ഇവിടത്തെ 404 ഏക്കർ ഭൂമി വഖഫായി എന്നുള്ള വാക്കിൽ കൊടുക്കുന്നത്. പക്ഷെ അത് വഖഫല്ല എന്ന് പറയാൻ ഞങ്ങളിപ്പോ ട്രിബ്യൂണലിൽ കേസ് നടക്കുന്നുണ്ട്. അത് ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഗിഫ്റ്റിന് കണ്ടീഷൻ വെക്കാൻ പറ്റും. കാരണം ഒരു 1 ലക്ഷം രൂപ ഒരാൾക്ക് ദാനം ചെയ്തിട്ട് പറയാണ് നിങ്ങൾ ഇന്ന പോലെയൊക്കെ ഈ പൈസ ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപടിയാവുകയില്ല. ഗിഫ്റ്റായി കൊടുത്താൽ അത് ഗിഫ്റ്റാണ്. പക്ഷെ വഖഫ് ആണോ അല്ലയോ എന്ന് നോക്കുന്നത് ആ സ്റ്റൈൽ ഉപയോഗിച്ചാണ്. ഇതിൽ വഖഫ് എന്ന ഒരു വാക്ക് കൊണ്ട് മാത്രം അത് വഖഫായിരിക്കുകയില്ല, അതിന്റെ സമർപ്പണം ഏത് രീതിയിലുള്ളതാണ് എന്ന് കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ കൃത്യമായി ഒരു കോടതിയും പഠിച്ചിട്ടില്ല. ഇത് പഠിക്കുന്നതിന് മുൻപേ തന്നെ ഏകപക്ഷീയപരമായിട്ടാണ് വഖഫ് ബോർഡ് നിലവിലെ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും വിരുദ്ധമായി എഴുതിയെടുത്തത്. അതിപ്പോ ഇവിടെ ഇത് പരാമർശിക്കപ്പെടുമ്പോൾ ഞങ്ങൾക്ക് ഗുണകരമായി വരുന്നത് ഈ ട്രസ്റ്റിന് കൊടുത്തതിന്റെ പേരിൽ ഈ ഭൂമി ഒരിക്കലും വഖഫായിരിക്കുകയില്ല. അതെ, തീർച്ചയായിട്ടും. അതായത് മുനമ്പം ജനതയുടെ കണ്ണീരിന് ഒരു അന്ത്യം ഉണ്ടാകാൻ പോവുകയാണ്. കാരണം ഒരിക്കലും ഈ ഭൂമിയൊന്നും വഖഫ് ആയിരിക്കില്ല എന്നുള്ളത് ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്നാണ് ശ്രീ ജോസഫ് ബെന്നി പറഞ്ഞു വെക്കുന്നത്, അല്ലേ? അതെ. അതോടൊപ്പം തന്നെ രണ്ടാമത്തേത് ഒരു റീ രജിസ്ട്രേഷൻ ഉണ്ട്. നിലവിൽ ഉള്ള രജിസ്ട്രേഷൻ ഞങ്ങളോടൊന്നും ചോദിക്കാതെ, ഞങ്ങൾക്ക് നോട്ടീസ് തരാതെ
അളന്ന് തിട്ടപ്പെടുത്താതെയാണ് ഈ വഖഫ് ബോർഡ് ഏകപക്ഷീയമായി ഈ വഖഫ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ റീ രജിസ്ട്രേഷൻ വരുമ്പോൾ ഇത് കൃത്യമായി കളക്ടറിന്റെ നേതൃത്വത്തിൽ വാംസി, അതായത് സെൻട്രൽ പോർട്ടിൽ ഇത് രജിസ്റ്റർ ചെയ്യണം, എല്ലാ വഖഫ് പ്രോപ്പർട്ടികളും. ആ സമയത്ത് ഇവിടെ എഴുതിയെടുത്തിരിക്കുന്നത് ഈ പറയുന്ന 396 ഏക്കർ ഭൂമിയാണ്. അതായത് പറവൂർ താലൂക്കിലെ വടക്കേക്കര വില്ലേജിലെ 18-1 സർവേ നമ്പറിലുള്ള ഒരു 396 ഏക്കർ, 404 ഏക്കറാണ് ആകെ വരുന്നത്. അത് ഉപവിഭാഗം കൂടി കൂട്ടി 8 ഏക്കറും കൂടി ചേരുമ്പോഴാണ് 404 വരുന്നത്. ഇവിടെ കൃത്യമായിട്ട് ഞങ്ങളുടെ ഈ പ്രോപ്പർട്ടി കൃത്യമായിട്ട് വരുന്നത് വഖഫ് രജിസ്റ്ററിൽ എഴുതിയെടുത്തിരിക്കുന്നത് 396 ഏക്കറാണ്. ഈ 396 ഏക്കർ 1902 ഉള്ളതാണ്. 1950 വരുമ്പോൾ ഇത് 114 ഏക്കർ. അന്ന് ഇവിടെ അളവ് നടത്തിയിട്ടുണ്ട്, സർവേ നടത്തിയിട്ടുണ്ട്. അന്ന് കണ്ടിട്ടുള്ളത് 114 ഏക്കർ ഭൂമിയാണ്. രണ്ടാമതൊരു സർവേ നടത്തി 1969. ആ സർവേയില് 135 ഏക്കറായി മാറി. അവസാന സർവേ 1976 നടക്കുന്നു. തീർച്ചയായും ഈ സർവേകളും അതേപോലെ തന്നെ രേഖകളും എല്ലാം പരിശോധിക്കുമ്പോൾ വരാൻ പോകുന്ന ഭേദഗതിയെല്ലാം മുനമ്പം ജനതയ്ക്ക് വളരെയേറെ പ്രതീക്ഷകൾ നൽകുന്ന ഒന്നായി മാറുകയാണ്. എന്തായാലും നിരവധി ദിവസങ്ങളായിട്ട് മുനമ്പം ജനത സമരത്തിലായിരുന്നു, അല്ലെ? എത്രയോ ദിവസങ്ങളായി സമരത്തിൽ വരുമ്പോൾ ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ശാശ്വതമായി പരിഹരിക്കപ്പെടും. അവിടെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാവും. കൃത്യമായി ഞങ്ങളുടെ ഈ പറയുന്ന ഭൂമി നിലവിലെ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും വിധേയമായി അളന്ന് തിട്ടപ്പെടുത്തുമ്പോൾ ശാശ്വതമായ പരിഹാരം ഞങ്ങൾക്ക് ലഭിക്കും. തീർച്ചയായും മുനമ്പം ജനതയ്ക്ക് ശാശ്വതമായ ഒരു പരിഹാരം ആകട്ടെ എന്ന് ഒന്നുകൂടി ആശംസിക്കുകയാണ്. നമ്മളുടെ കൂടെ ചേർന്നത് ജോസഫ് ബെന്നിയാണ്. വളരെയേറെ നന്ദി.